സാറേ, രാഹുൽ ഈശ്വർ കുറച്ച് ദിവസങ്ങളായി വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പിന്നീട് ജയിലിലൊക്കെ പോയതിനു ശേഷം പിന്നീട് നമ്മൾ കണ്ടില്ല. ഇപ്പോൾ കേൾക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവല്ലയിലോ ചെങ്ങന്നൂരിലോ കൊട്ടാരക്കരയിലോ ഒക്കെ മത്സരിക്കാൻ തനിക്കൊരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടി ഓഫർ മുന്നോട്ട് വെച്ചു എന്നാണ്. തൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഗാന്ധിജിയുടെ പാതയാണ്, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം. ഇതൊക്കെ മുന്നോട്ട് വെച്ച് രാഹുൽ ഈശ്വർ ചില നിലപാടുകൾ പറയുമ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടോ? അജണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയായാൽ കൊള്ളാം. അതിപ്പോൾ വ്യക്തിപരമായ അജണ്ട ആയില്ലേ? അതെ, ഒരു മോഹം. അത് എന്താന്ന് വെച്ചാൽ ഈ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടല്ലോ, സംഘടനകൾ, അവർക്കിങ്ങനെ മോഹം മുഖ്യമന്ത്രിയാകണം ഇങ്ങനെ. അതൊരു തെറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ജനസേവനത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം എന്ന് അവർക്ക് ആഗ്രഹിക്കാമല്ലോ. അത് ആ പാതയിൽ എത്താവുന്ന ഒരു പദവി തന്നെ ആണല്ലോ. അപ്പൊ ജനസേവനം അവര് അതിനു വേണ്ടിയിട്ട് എന്താണ്, വിദ്യാർത്ഥി രാഷ്ട്രീയം മുതലുണ്ട് അവർക്ക് ഇതൊക്കെ. കാരണം അവര് രാഷ്ട്രീയ ജീവിതമാണ്. കാരണം ഉമ്മൻചാണ്ടിക്ക് പണ്ട് മനോരമയിൽ സബ് എഡിറ്റർ ആകാമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഞാൻ രാഷ്ട്രീയത്തിൽ തന്നെയാണ് എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞ് അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് തന്നെ പോയതാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ശരിക്കും രാഷ്ട്രീയ ജീവികളായിട്ടുള്ള ആളുകളെ പറ്റിയാണ് ഈ പറഞ്ഞത്. അങ്ങനെ ഒരാളാണ് ഈ രാഹുൽ ഈശ്വർ. അല്ല, രാഹുൽ ഈശ്വർ എന്താണെന്നാണ് രാഹുൽ ഈശ്വർ കരുതുന്നത്? രാഹുൽ ഈശ്വർ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് രാഹുൽ ഈശ്വർ കരുതുന്നു എന്നുള്ളതല്ലേ? അത് ചില വ്യക്തികളുടെ സ്വഭാവമായിരിക്കില്ലേ, ഞാൻ അങ്ങനെയാണ്, എന്നെ എല്ലാവരും മതിക്കണം, കുറേ ആൾക്കൂട്ടത്തിന് മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എന്നെ ബഹുമാനിക്കപ്പെടണം, അല്ലെ എന്നെ ആളുകൾ തിരിച്ചറിയണം. അത് ആരെയും കുഴപ്പമില്ല, അത് അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ്. രാഹുൽ ഈശ്വർ ഒരു കാലത്ത് ചാനൽ ചർച്ചകളിലൊക്കെ നടന്നിരിക്കുന്നു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പം ശബരിമലയിലേക്ക് തന്ത്രി അല്ലെങ്കിൽ ആ മേഖലയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നു. അതിന് വലിയ എതിർപ്പുണ്ടാകുന്നു. പിന്നീട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായി മാറാനായിട്ട് ശ്രമിക്കുന്നു. അവിടെ നിന്നും കുറേ പടിയടച്ച് ഇറക്കി വിടുന്നു. പിന്നീട് ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾക്ക് വേണ്ടി എപ്പോഴും വാദിക്കുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും കേസുകൾ ഉണ്ടാകുമ്പോൾ പ്രതിഭാഗത്തിനൊപ്പം നിൽക്കുന്ന രീതിയിലാണ് രാഹുൽ ഈശ്വറിനെ പലപ്പോഴും കാണാറുള്ളത്. ഇപ്പോഴും അതിജീവിതയുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് രാഹുൽ ഈശ്വറിന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. അത് സോഷ്യൽ മീഡിയയിൽ പരാമർശം നടത്തിയതിൻ്റെ പേരിലാണ്. ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ടും രാഹുൽ ഈശ്വറിനെതിരെ ഈ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും പരാതി പോയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തനം തന്നെയാണ് രാഹുൽ ഈശ്വറിന്റെ ലക്ഷ്യമെന്നോ അങ്ങനെ ഉള്ള ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ എന്നോ പൊതുസമൂഹത്തിന് തോന്നിയിട്ടുണ്ടാവും? പൊതുസമൂഹത്തിന് തോന്നിയിട്ടില്ല. ഇത് ഈ ചാനലുകള് ഈ വ്യക്തികൾക്ക് ഒരു കെണി ഒരുക്കും. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയം എഴുതിയിരുന്നു എന്നുള്ളത് കൊണ്ട് ഈ എന്നെ ചാനലുകൾ വിളിച്ചിരുന്നത് ഈ വിഭാഗീയത പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോൾ VS പിണറായി പക്ഷങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായിരുന്നല്ലോ. ആ കാര്യങ്ങൾ ഞാൻ വല്ലപ്പോഴും അപൂർവമായിട്ട് മാത്രമേ പോവുള്ളൂ. ഞാൻ മിക്കവാറും ഇത് നിരാകരിക്കും. പിന്നെ ഞാൻ പോക്ക് തന്നെ നിർത്തി. ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിളിച്ചാ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ശോഭാ ജോണിന്റെ വീട്ടില് കണ്ടരും മോഹനരെ കയറിയില്ലേ, ആ ചർച്ചയ്ക്ക് ഞാൻ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ഇയാള് രാഹുൽ ഈശ്വർ പതിയെ പ്രത്യക്ഷപ്പെടുന്നത്. കാരണം അയാൾ തന്ത്രി കുടുംബത്തിലായതുകൊണ്ട് അവരുടെ ഒരു സംരക്ഷകൻ എന്ന് പറഞ്ഞാൽ ഒരു വൃത്തികേട് കാണിച്ച കണ്ടരും മോഹനരെ കൂടി സംരക്ഷിക്കാനായിട്ട് ഒരാൾ ചാനലിൽ വേണമല്ലോ. അപ്പൊ തന്ത്രി കുടുംബത്തിൽ അതായത് ഒരു വൃത്തികെട്ട ഭാഗത്തിന്റെ സംരക്ഷകൻ എന്നുള്ള നിലയ്ക്കാണ് തുടക്കം രാഹുൽ ഈശ്വറിന്റെ. അത് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ചാനലിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനുശേഷം ആ തന്ത്രി കുടുംബത്തിൽ അംഗം എന്ന നിലയിലാണ് രാഹുൽ ഈശ്വർ അറിയപ്പെട്ടത്. അദ്ദേഹത്തിന് നല്ല ഭാഷയുണ്ട്, നന്നായിട്ട് കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ, പഠിക്കും, നല്ല ഉന്നത വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. പക്ഷേ പിന്നീട് ഈ ചാനൽ ചർച്ചകളിൽ ഇരുന്ന് അദ്ദേഹം ചെയ്തത് മുഴുവൻ ഈ പറയുന്ന തന്ത്രി കുടുംബത്തിനെതിരെ അല്ലെങ്കിൽ ബ്രാഹ്മണ്യത്തിനെതിരെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ വലിയ തോതിൽ ഒരു വിഭാഗത്തിന് അദ്ദേഹം അത് അങ്ങനെയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനൊക്കെ അനുകൂലിക്കുന്ന ഒരാളായിരുന്നു. ആദ്യം അനുകൂലിച്ച സവർണത അതിനെ അനുകൂലിക്കുന്ന ഒരാളായിട്ട് പ്രത്യക്ഷപ്പെട്ട് ഈ RSSന്റെയും BJPയുടെ ഒക്കെ ഗുഡ് ബുക്സിൽ വരാം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു സ്റ്റെപ്പായിരുന്നു. പക്ഷേ രാഹുൽ ഈശ്വറിനെ ഷിബുസ്വാമിയൊക്കെ ഏതാണ്ട് ഒരേപോലെയാണ് ഈ RSSും BJP ഒക്കെ കണ്ടത്.
കാരണം നമുക്ക് പറ്റിയ ചരക്കല്ല എന്ന് അവർക്ക് ആദ്യമേ അത് ബോധ്യപ്പെട്ടു. പിന്നെയാണ് ഇയാളുടെ ലൈൻ മാറ്റിപ്പിടിക്കാനൊക്കെ ശ്രമിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇയാള് പോലീസ് പിടിച്ചു പോകുമ്പോൾ വീഡിയോ ചെയ്യുമ്പോഴും ഒക്കെ ഇസ്ലാമിക സഹോദരന്മാർക്ക് എന്തോ ആഹ്വാനം ഒക്കെ ചെയ്തിട്ടല്ലേ പോയത്. അപ്പോൾ ഇയാൾക്ക് ആരാണ് ചെങ്ങന്നൂര് സീറ്റ് വാഗ്ദാനം ചെയ്തത്? ആരാണ് ഇയാൾക്ക് തിരുവല്ലയിൽ സീറ്റ് വാഗ്ദാനം ചെയ്തത്? ആരാണ് ഇയാൾക്ക് കൊട്ടാരക്കരയിൽ സീറ്റ് വാഗ്ദാനം ചെയ്തത്? ഈ സീറ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കാവുന്നൊരു പാർട്ടി അദ്ദേഹത്തിനോട് പറഞ്ഞു എന്നാണ് അദ്ദേഹം മനോരമ ചാനലിൽ പറയുന്നതായിട്ട് കണ്ടത്. ആര് വാഗ്ദാനം ചെയ്തു? ചെങ്ങന്നൂരിൽ കോൺഗ്രസിനെ ആയിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത്. BJP സീറ്റ് കൊടുക്കില്ലല്ലോ. CPM സീറ്റ് കൊടുക്കില്ല. പിന്നെ കോൺഗ്രസ് ആയിരിക്കാം അയാൾ ഉദ്ദേശിച്ചത്. കോൺഗ്രസിന് ചെങ്ങന്നൂരിലെ സ്ഥാനാർത്ഥി ഇല്ലേ? തിരുവല്ലയിലില്ലേ? കൊട്ടാരക്കര ഭാഗത്തൊന്നുമില്ലേ? മറ്റേ പെര നിറഞ്ഞു വെക്കുന്ന എത്രയോ പേര് കോൺഗ്രസിന്റെ അകത്തില്ലേ സ്ഥാനാർത്ഥികള്. ഇനി CPM-ന്റെ ഉറച്ച സീറ്റോ അല്ലെ BJP ജയിക്കുന്ന ഉറച്ച സീറ്റോ ആണെങ്കിൽ പോലും അവിടെ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന എത്രയോ ഭൈമി കാമുകന്മാരുണ്ടാകും കോൺഗ്രസ് അല്ലേ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് രാഹുൽ ഈശ്വറിന് ആരാണ് സീറ്റ് ഓഫർ ചെയ്തത് രാഹുൽ തന്നെ വെളിപ്പെടുത്തണം. അങ്ങനെയല്ലേ? എന്നേതാ BJP വിളിച്ചിരിക്കുന്നു, കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാ, അല്ലെങ്കിൽ CPM-കാരെ നിങ്ങൾ വേണമെങ്കിൽ എന്നെ വിളിച്ചോ എന്ന് തുറന്നു പറയുകയല്ലേ ചെയ്യേണ്ടത്. അതിനു പകരം ഇത്തരത്തിലുള്ള ചില ഇയാളെന്താന്ന് വെച്ചാൽ ഇയാള് തന്ത്രി കുടുംബം അല്ല. എന്താന്നറിയോ? ഇയാൾ ഈ തന്ത്രിമാരുടെ സഹോദരി മല്ലികയുടെ മകനാണ്. പാട്രിയാർക്കിയ ഇതിൻ്റെ അകത്ത്. അച്ഛൻ്റെ കുടുംബം ഏതാണോ അതേ ഇയാളാവുള്ളൂ. അപ്പൊ തന്ത്രി കുടുംബം അല്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇയാൾ ഈ ചെങ്ങന്നൂര് തന്ത്രി കുടുംബം എന്നുള്ളത് കൊണ്ടാണ് ഈ ചെങ്ങന്നൂര് തിരുവല്ല എന്നൊക്കെ ഇയാൾക്ക് പറ്റിയ മണ്ഡലമായിട്ട് ഇയാൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മണ്ഡലങ്ങളാണ് ഇതൊക്കെ. പിന്നെ കൊട്ടാരക്കരയിൽ എന്തോ ബന്ധുത്വവും ഒക്കെ ഇയാൾ പറയുന്നുണ്ട്. ഇയാൾ തിരഞ്ഞെടുത്ത മണ്ഡലങ്ങളാണ് ഇതൊക്കെ. ആ പന്തളം ഭാഗത്ത് എവിടെയെങ്കിലും ഇയാളെ വേണമെങ്കിൽ CPM-ന് പരീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അയ്യപ്പ കോപം വെച്ചിരിക്കുന്നത് CPM-നാണല്ലോ. അപ്പൊ തന്ത്രി കുടുംബം ഇതെന്താന്ന് വെച്ചാൽ ഈ നെഹ്റു കുടുംബം ഞങ്ങൾ ഗാന്ധി കുടുംബമാണെന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ. അതുപോലെയാണ് ഈ രാഹുൽ ഈശ്വർ തന്ത്രി കുടുംബമാണെന്ന് അവകാശപ്പെടുന്നത്. അതിരിക്കട്ടെ, അയാളെ പിടിച്ച് അയ്യപ്പ കോപം ഒഴിവാക്കാനായിട്ട് പ്രായശ്ചിത്തമായിട്ട് രാഹുൽ ഈശ്വറിനെ എവിടെയെങ്കിലും CPM-ന് പരീക്ഷിക്കാം. കോൺഗ്രസ് പരീക്ഷിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഇയാളെ കിട്ടിയിട്ട് അവർക്ക് ശബരിമല വിഷയം കത്തിക്കേണ്ട ഗതികേടൊന്നും അവർക്കില്ലല്ലോ. അപ്പോൾ CPM-ന് വേണമെങ്കിൽ പരീക്ഷിക്കാം അല്ലേ? അതെ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ രാഹുൽ ഈശ്വർ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ആരാണ് രാഹുൽ ഈശ്വറിൻ്റെ കൂടെ നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ഈ പരിപാടികളിൽ പങ്കെടുക്കാൻ രാഹുൽ ഈശ്വർ പോകുന്നു, അല്ലെങ്കിൽ ഉദ്ഘാടന ചടങ്ങിൽ എത്തുന്നു, എന്തെങ്കിലും ബഹുജന കൂട്ടായ്മയിൽ പങ്കെടുക്കും. ഇതെല്ലാം തന്നെ ഇസ്ലാമിസ്റ്റുകളുടെ പരിപാടിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പിന്നോക്ക വിഭാഗക്കാരുടെ പരിപാടിയിലാണെന്ന് പറയുകയും അതിൻ്റെ സ്പോൺസേഴ്സ് ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഈശ്വർ അവർക്ക് വേണ്ടിയല്ലേ നിലകൊള്ളുന്നത്? അത് രാഹുൽ ഈശ്വർ ഈ ഒരു സ്ഥാനാർത്ഥിയാകാൻ തയ്യാറാണെങ്കിൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടാവുന്ന ഒരു കൃത്യമായ സംഭവം അദ്ദേഹത്തിന് SDP-യുടെ സ്ഥാനാർത്ഥിയാകാം. അവർ വിരോധമൊന്നും പറയാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം ഒരു ഹിന്ദു ആണല്ലോ, ബ്രാഹ്മണൻ. അതെ, തന്ത്രി കുടുംബമാണെന്നൊക്കെ അവകാശപ്പെടുന്നു, ബ്രാഹ്മണനാണ്. മറ്റേ ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടിയും ബാധിക്കും അല്ലേ? അതെ. പിന്നെ പുരുഷന്മാർക്കൊക്കെ വേണ്ടി ബാധിക്കും ഇല്ലേ? സ്ത്രീവിരുദ്ധനാണല്ലോ. അതെ. അപ്പോൾ ഇതൊക്കെ SDP-യുടെ നയങ്ങളൊക്കെ ആയിട്ട് ചേർന്ന് പോകുന്നതാണ്. പിന്നെ നെഗറ്റീവായി എന്ത് സംഭവം ഉണ്ടോ അതിൻ്റെ കൂടെയൊക്കെ ഈ രാഹുൽ ഈശ്വറിനെ കാണാം. അപ്പോൾ അദ്ദേഹത്തിന് ശ്രമിച്ചു നോക്കാവുന്നത് മറ്റുള്ള ഏതെങ്കിലും ഒരു പാർട്ടി ഇങ്ങനെ വേലിക്കലിരുന്ന പാമ്പിനെ എടുത്ത് വേറെ എവിടെയെങ്കിലും വെക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരു SDP സ്ഥാനാർത്ഥിയാകാനുള്ള എല്ലാ സാധ്യതയും, യോഗ്യത, അർഹത ഇതൊക്കെ രാഹുൽ ഈശ്വറിനുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.